സമൂഹ മാധ്യമങ്ങളിൽ ഈയിടെ ഭീഷണികൾ കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു. അതായത് നിനക്ക് പലിശ സഹിതം ഞങ്ങൾ തരും, തീർത്ത് കളയുമെന്നൊക്കെയുള്ള കമൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കമൻസിനെ ഞാൻ അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. പക്ഷേ ഇന്നലെ ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നു പോലും ഇത്തരത്തിൽ ആക്രോശിക്കും, അത് കുറച്ച് സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഞാനൊരു യുവ നേതാവിൻ്റെയോ പാർട്ടിയുടെ ഒന്നും പേര് പറഞ്ഞിട്ടില്ല. പിന്നെ അതിജീവിതകളായ പെൺകുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ പൊതുരംഗത്തൊക്കെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ ഇനിയും സ്ത്രീകൾക്കുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കും. അതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ കാരണമൊന്നും അല്ലല്ലോ ഈ പരാതി ഒന്നും വന്നിരിക്കുന്നത്. അതൊക്കെ അയാളുടെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയൊന്നും അങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു വ്യാമോഹം വേണ്ട. അങ്ങനെയൊന്നും ഭയക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഉള്ളതാണ്. ഇതിങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തികൾ സ്വയം വന്ന് ഭീഷണിപ്പെടുത്തുന്നതാണോ, അതോ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് വ്യക്തതയില്ല. അതൊരു വ്യക്തമായൊരു കാര്യമല്ലല്ലോ, നമുക്ക് ആ രീതിയിൽ പറയാൻ കഴിയില്ല. ഇതിപ്പോൾ ആരാണോ എന്താണെന്നും നമുക്ക് വ്യക്തതയില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രവണതകൾക്ക് പിന്നിൽ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം, കൂടുതൽ ആളുകൾ പുറത്തു വരാതിരിക്കുക, ആരും ഇനി മിണ്ടാതിരിക്കുക എന്നുള്ളൊരു ഒരു അപ്പോൾ ആ പരാതി പറഞ്ഞ ഒരാളെ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും സംസാരിച്ച ഒരാളെ തട്ടിക്കളയും, തീർത്തു കളയും എന്നുള്ള ഭീഷണിയൊക്കെ. അല്ല, കൊല്ലാൻ 4 സെക്കൻഡ് മതി എന്നുള്ളതാണ്. ആ രീതിയിലുള്ള 4 സെക്കൻഡ് പോലും വേണ്ട. അതുകൊണ്ട് ആ രീതിയിൽ എന്തെങ്കിലും രീതിയിൽ ഇനിയുള്ള കാര്യങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആളുകളിൽ നിന്ന് അത് തടഞ്ഞു നിർത്താം എന്നുള്ളൊരു കാര്യമാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. എന്തായാലും അത്തരം ഒരു ഭീഷണിക്ക് മുമ്പിലും വഴങ്ങുന്നവരല്ല ഞങ്ങൾ. ഞാനൊന്നും ആ രീതിയിൽ വളർന്നു വന്ന ഒരാളല്ല. അത്രയും തീവ്രമായ അനുഭവങ്ങളുടെയും അതിലൂടെ വന്ന ഒരാളാണ്. ഇത്തരക്കാർക്കൊന്നും നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. പിന്നെ തലയെടുക്കണേ തലയെടുത്തോ, ഒരു പ്രശ്നവും അതിലില്ല.